20 വർഷമായി അന്വൻ മൂവി റിലീസായിട്ട്. അപ്പോൾ 20 വർഷം മുന്നേ വിക്രമും സദയും ഒക്കെ ഓടി നടന്ന സ്ഥലമായിരിക്കണം ഇതല്ലേ? ഇന്നേക്കൊരു പൊടി മംഗളകരമ മഞ്ചളിൽ ആരംഭിക്കുകയും ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ എന്ന് പറയുമ്പം ടിപ്പിക്കൽ തമിഴ് കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ്. ഇവരെല്ലാ ദിവസവും നിന്ന് നോക്കിയാൽ കോലമൊക്കെ വരച്ച് നല്ല വൃത്തിയാക്കി മുറ്റമൊക്കെ ഇട്ട് ആ ഫ്രണ്ട് ഏരിയയൊക്കെ കണ്ടോ, ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? ആ ഒരു കാർവിങ്സ് ഒക്കെ നോക്കി തടിയുടെ. അതെ, നല്ല രസമുണ്ടല്ലോ. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പക്കയായിട്ട്. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മേളിലൊക്കെ ഇപ്പോഴത്തെ ന്യൂജൻ വീടുകളിലൊക്കെ ആ ടൈൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയാണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇതിലൊരു വീട് ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈക്കിൽ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. ഈ സംഭവമാണ് എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ്. കാരണം നടപ്പാതയുണ്ട്, അതിൻ്റെ 2 വശത്തും ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ്. ഇച്ചിരി വൈകിട്ടൊക്കെ ആകുമ്പോൾ കൂട്ടുകാരോടൊക്കെ ഒന്ന് ചില്ല് ചെയ്ത് ഇപ്പം കാണുമ്പോൾ ഇവിടെ നിന്ന് ഹർത്താനാണെന്ന് തോന്നുന്നു. ആൾക്കാരും വെളിയിൽ കാണാനില്ല. നമ്മളവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മതിലിൻ്റെ അപ്പുറം കാണും. നളിനി എന്തായി, ചോറായോ, ചേട്ടന് ചോറ് കൊടുത്തു എന്നൊക്കെ. ഒരു പഴയ വീട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഒരു കണക്ഷൻ നമുക്ക് തോന്നും. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കൺസ്ട്രക്ഷനാണ് കേട്ടോ. ഏകദേശം പൊളിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഈ അഗ്രഹാരം നോക്കുമ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ മറ്റേ പടം ഓർമ്മ വരുന്നത്. എനിക്ക് മറ്റേ സിനിമ പെരുമഴക്കാലത്തിനകത്ത് കാവ്യമാധവനൊക്കെ താമസിക്കുന്നത്. നോവിൻ പേര് പാട്ടിന്റെ. ഓക്കെ, എനിവേ ഭയങ്കര അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും ഈ അഗ്രഹാരത്തിൻ്റെ വിഷ്വൽസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് പോലത്തെ വേറൊരു സംഭവം, ഇത് വെളിയിൽ നിന്നൊക്കെ പൂട്ടിയിടണം കേട്ടോ. അത് ആക്ച്വലി ഇപ്പോൾ ഇവിടെ ആരും കറൻ്റ് ജീവിക്കുന്നില്ലായിരിക്കാം. കാരണം വേണ്ട കണ്ട എല്ലാം പൂട്ടിയിട്ടൊക്കെയാണ്. ഫ്രണ്ടിലോട്ട് ജനലും വാതിലും ഒക്കെ ചെറുതാണ്. അപ്പോൾ ഈ വെന്റിലേഷൻ ഒക്കെ എങ്ങനെ കിട്ടും? സൈഡിലൊന്നും ഒന്നുമില്ല, ഒരു ചെറിയൊരു ഇത് മാത്രമേ. സത്യമല്ലേ, സത്യം. ഇതിലൊക്കെ ഉണ്ട്, ഇതിലൊക്കെ വെന്റിലേഷനൊക്കെ ഉണ്ട്, ജനലുകളൊക്കെ ഉള്ളൂ. ഒരു റസ്റ്റിക് ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ എന്തായാലും നമ്മുടെ അഗ്രഹാരത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് വരുമ്പോഴാണ് ആക്ച്വലി ഈ ഒരു കുളം വരുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ നേരത്തെ നമ്മൾ കാണിച്ച കണക്ക് മീനാക്ഷി പ്രൈമറി സ്കൂളുണ്ട്. ഇതിൻ്റെ ഈ അഗ്രഹാരത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു കുളമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അഗ്രഹാരം കാണുന്നത്, നേരിട്ട് കാണുന്നത്. ഇവരുടെ കൾച്ചർ നമുക്ക് പറയേണ്ട തന്നെയാണ്. എന്തൊരു വൃത്തിയാണെന്നറിയോ. റോഡൊക്കെ നമ്മുടെ വീട് മുറ്റം പോലെ അല്ലെ, വീടിൻ്റെ സിറ്റ് ഔട്ട് മാതിരി ക്ലീൻ ആക്കി ഇട്ടേക്കുന്നു. കോലമല്ലാതെ ഒന്നും പുറത്തില്ല, ഇന്ന് ഒരു കരിയില പോലും ഇല്ല, അതുമാതിരി ക്ലീൻ ആക്കി ഇട്ടേക്കുന്നു. നല്ല രസമുണ്ട്. എല്ലാ വീടുകളും അടച്ചിട്ടേക്കാം കേട്ടോ, ഗ്രില്ലൊക്കെ ഇട്ട്. പിന്നെ ഈ അഗ്രഹാരത്തിനകത്ത് നിന്ന് കയറി നേരെ ഇങ്ങനെ അറ്റത്ത് വരുമ്പോൾ ഇതാണ് കാഴ്ച. വലിയൊരു ലേക്ക്, ചിറ മാതിരി കെട്ടിയിട്ടുണ്ട്, കൽപ്പടമുണ്ട് അതിനകത്തിട്ട് ഇറങ്ങാൻ. അതിന്റെ നടുക്കൊരു കൽമണ്ഡപമുണ്ട്, പൂജയ്ക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആറാട്ടൊക്കെ ചെയ്യുന്ന മേ ബി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇവർക്ക്. ഇങ്ങനെ റിച്വൽസ് ഒക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. കുറെ എണ്ണമൊക്കെ കറങ്ങാതെ സ്റ്റക്കായി നിൽപ്പുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്നതാ. ഇപ്പൊ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ എനിക്ക് തോന്നുന്നതേ ഒരു യൂറോപ്യൻ ലുക്കാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഒരു തമിഴ്നാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നോക്കി അങ്ങ് അറ്റം മൊത്തം ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് കാണാമോ, സൂം ചെയ്ത ക്ലാരിറ്റി പോകും, അതാണ് ഞാൻ സൂം ചെയ്യാത്തത്. എല്ലായിടത്തും വിൻഡ് മിൽസാണ്. ഓ മാൻ, അമ്മച്ചി എന്തോ പറക്കുന്നേ? അതെന്തിനാ ഉപയോഗിക്കുന്നത്? ചെടികൾക്ക് ഇടും അല്ലേ? ഓ, അമ്മമ്മ എത്ര വർഷമായി ഇവിടെ ഇത് വന്നിട്ട്? ലാസ്റ്റ് കയറിയത് സുന്ദരപാണ്ഡ്യപുരം. അപ്പോൾ സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന് സുരണ്ടൈ വഴി രാവിലെ നമ്മൾ നിന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് ഒരു 11 മിനിറ്റ് കൂടി പോയാൽ നമുക്ക് കുറ്റാലത്തെത്താം. കുറ്റാലം അമ്പസമുദ്രം പാപനാസം. കുരങ്ങന്മാരെ കൊണ്ട് രക്ഷയില്ല കേട്ടോ. ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ് ഇവിടെ. നമ്മളിപ്പം കുറ്റാലം എത്താറായി. ഇനി നേരെ കുറ്റാലത്തോട്ട് പോവുകയാണ്. നല്ലൊരു സീനറി ഉണ്ട്, അപ്പോൾ അത് നിങ്ങളെ ഇവിടെ കാണിക്കാന്ന് വെച്ച് ഗൈസ്. അങ്ങനത്തെ നമ്മുടെ യാത്ര വന്നു നമ്മളിപ്പോൾ കുറ്റാലം എത്തി കേട്ടോ. വൈകിട്ടാണ്, നല്ല തിരക്കുണ്ട്, വീക്കെൻഡൊക്കെയാണ്, അത്യാവശ്യം തിരക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ റോഡുകളാണ്. ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഒരു ഗ്രീനിഷ് ഒരു പ്രതലമാണ് എപ്പോഴും. കാരണം മൺസൂൺ കഴിഞ്ഞുകൊണ്ടായിരിക്കാം മേ ബി ഒരു ബ്ലൂയിഷ് സ്കൈയും ഒക്കെ ആയിട്ട് നല്ലൊരു ഫോട്ടോജനിക് സ്ഥലമാണ് ഇത്. ഒരു പ്രത്യേക ഒരു ഇഷ്ടമുള്ള പ്രത്യേക ഒരു ലുക്കുള്ള സ്ഥലം.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിൽ വണ്ടി വെക്കുക, അവിടെ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്നാമത്തെ വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ പറ്റും. ഇത് ഭയങ്കര രസമാണ് നമ്മൾ നേരിട്ട് കാണാനായിട്ട്. നമ്മൾ ആ വഴിയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇവിടെ അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും അമ്പലങ്ങളാണ്, മൊത്തത്തിൽ അമ്പലമയമാണ്. അപ്പോൾ നമുക്കിനി നേരെ വീണ്ടും ഒരു കയറ്റം കയറണം. അയ്യോ, അതിനകത്ത് സാരി, പാവാട, ഇനി അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളില്ല. അയ്യോ എൻ്റെ പൊന്നെ. പക്ഷെ നമ്മളവിടെ ഇത്രയൊന്നും വലിയ പ്രശ്നങ്ങളില്ല. നമ്മളവിടെ ആതിരപ്പള്ളിയിൽ വല്ല സാരിയോ പാവാടയോ വലിച്ചെറിയണത് കാണേണ്ട താമസമേ ഉള്ളൂ. ഹോട്ടലിൽ നിന്നുള്ള മലിനജലമാണ് ഈ ഒഴുകി വീണ് താഴേക്ക് വന്നത്. കൂടാതെ മുട്ടത്തോടുണ്ട്, പലതരത്തിലുള്ള വേസ്റ്റുണ്ട്. സോ ഇതൊന്നും കാണാൻ ഇവിടെ കേൾക്കാൻ ഇവിടെ ആരുമില്ല. എല്ലാവരും ഇതിൻ്റെ മേളിലുള്ള സുന്ദരമായ വെള്ളച്ചാട്ടങ്ങൾ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നോക്കിക്കേ, എന്ത് മലിനമായ സ്ഥലമാണെന്ന് നോക്ക്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരള ബഹുത്ത് സുന്ദരേ ഒന്ന് ആലോചിക്കുകയാണ്. ഈ സുന്ദരമായ ഹോട്ടലിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റ് വെള്ളമാണ് ഈ പിറകിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ വിജി കോഫി ബാർ, അങ്ങനെ ഒരുപാട് കോഫി ഷോപ്പുകൾ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ബാക്കിലാണ് നമുക്ക് ഈ വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ടോപ്പിൽ നമുക്ക് വെള്ളം ഫസ്റ്റത്തെ വാട്ടർഫോൾ കാണാം. നല്ല തിരക്കുണ്ട് കേട്ടോ. വീക്കെൻഡ് ഒഴിവാക്കിയിട്ട് വരിക. ഇവിടെ മൊത്തത്തിൽ പ്രശ്നമാണ്. മലിനജലവും പിന്നെ വാട്ടർ ലീക്കും എല്ലാം കൂടെ ആയിട്ട് ആകപ്പാടെ ഒരു എന്തുവാടെ. ഇതിനൊക്കെയാണ് ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ ഇത് പൊക്കി വെച്ചേക്കുന്നത് നമ്മുടെ മലയാളികൾ. ഇതിനൊക്കെ ആണെങ്കിൽ നമുക്ക് ആതിരപ്പള്ളി ഉണ്ടല്ലോ, അവിടെ ഒരു സാരിയും ഒരു ഡ്രസ്സ് പോട്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ വേസ്റ്റ് പബ്ലിക് ഡ്രെയിനേജിലോട്ടോ അല്ലെങ്കിൽ നല്ല വെള്ളം ഒഴുകുന്ന ആറ്റിലൂടെ ഒഴുകണമെന്ന് ആലോചിച്ച് കൂടെ. അപ്പോൾ അന്നും കൂടെ ഒഴുകത്തുള്ളൂ കേരളത്തിലാണെങ്കിൽ. ഇതൊക്കെ ചുമ്മാ എന്തുവാടെ ഇത്, പാരസ്യമായിട്ടല്ലേ ഒഴുകുന്നത് ഇവന്മാർ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ നാട്ടിൽ റിസോർട്ട് പൊളിച്ചു കളയും അല്ലേ? അങ്ങനത്തെ പ്രശ്നമുണ്ട്. മൊത്തം കുരങ്ങന്മാരായിരുന്നു കേട്ടോ. എന്നാലും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് കുറ്റാലം. ഭയങ്കര പീസ്ഫുൾ ആണ്. ഒരു വാട്ടർഫാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കുക വെള്ളം വീണാണ്. അങ്ങനെ ഇവിടെ പണ്ടെങ്ങോ വന്നിട്ടുണ്ട്, കുഞ്ഞായിരുന്നപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വരുന്നത്. കുഴപ്പമില്ല, പക്ഷെ വൃത്തിയില്ല, ഒട്ടും വൃത്തിയില്ല. ഒരു പാത്ത് സെയിമായിട്ട് വന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു സൈഡ് ലേഡീസ്, ഒരു സൈഡ് ജെൻസ്. കാണാനൊക്കെ നല്ല രസമാണ് ഈ വാട്ടർഫാൾസ്. പക്ഷേ അത് ഭയങ്കര നമ്മളെ അങ്ങോട്ട് പിറകിലോട്ട് വലിക്കുന്ന ഫാക്ട് എന്ന് പറയുമ്പോൾ അത് ഹൈജീനാണ്. വൃത്തി ഒട്ടുമില്ല എന്ന് വെച്ചാൽ വരുന്ന ആളുകൾക്ക് ഇല്ല, ഗവൺമെൻറ്റിന് അധികാരികൾക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. വേസ്റ്റ് ഡിസ്പോസൽ ആണേലും ഇപ്പോൾ നമ്മൾ വരുന്ന വഴി നമ്മൾ കണ്ടു, എന്താ ഈ വാട്ടർഫാൾസ് ഒഴുകിയിട്ട് ആ നദിയായിട്ട് പോകുന്ന സൈഡിലോട്ട് ഓപ്പണായിട്ട് ഈ ഡ്രെയിനേജ് ഓപ്പണാക്കിയിട്ടേക്കാണ് കടകളിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കൂടുതൽ സഞ്ചാരികളൊക്കെ വരും. എന്തായാലും വാട്ടർഫാൾസ് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഗൈസ് നോക്കൂ, നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ ഇല്ലേ, കുങ്കുമം, നടുവിൽ വെള്ള, താഴെ പച്ച. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊളത്തുപുഴ കണ്ടു, തെന്മല കണ്ടു, തെങ്കാശി കണ്ടു, ചെങ്കോട്ട കണ്ടു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത് വരാൻ പോകുന്നത് തമിഴ്നാട്ടിന്റെ തന്നെ വേറൊരു സ്ഥലമാണ്, ഒരു ഇൻഡസ്ട്രിയൽ സ്ഥലമാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, സോ ഇറ്റ്സ് മീ ആദർശ് ബിജി സൈനിങ് ഓഫ് ഫ്രം 90s Kid Official.